അപ്പം അതെന്തുകൊണ്ട് കിട്ടണേ? ആരാണ് ഈ സദ്ഗുരു? ഗുരുക്കന്മാരിലും ഗുരുവായിട്ടുള്ള അതൊന്നുമല്ല. സദ്ഗുരു എന്ന് പറഞ്ഞാൽ സ്വയം ബ്രഹ്മജ്ഞാനിയായിരിക്കും. അപ്പോൾ ഒരു മന്ത്രം നിങ്ങൾ ഉച്ചാരണം കൊടുത്തു വെച്ചാൽ നിങ്ങൾ ഇരുന്ന് ഓം നമ ശിവായ ഓം നമ ശിവ ഓം നമ ശിവായ ചുമ്മാ ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നും. എല്ലാം നഷ്ടപ്പെട്ടവർക്കാണോ ഈ ക്രിയായോഗ? ഒരിക്കലും ഇല്ല. ഗൃഹസ്ഥാശ്രമികൾക്കാണ് ഇപ്പൊ ക്രിയായോഗ കണക്ക്. വിഷമം വന്ന് അത്രത്തോളം സങ്കടപ്പെട്ട് അപ്പോഴാണ് ഇവൻ റിയാലിറ്റിയിലേക്ക് വരുള്ളൂ, അപ്പോഴാണ് ചിന്തിക്കുള്ളൂ. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ക്രിയായോഗ ദീക്ഷ കൊടുക്കുന്നുണ്ട്, ഒരുപാട് പേര് കൊടുക്കുന്നുണ്ട്. അതിൽ ആരൊക്കെ കൊടുക്കുന്നതാണ് യഥാർത്ഥ ക്രിയാദീക്ഷ എന്ന് ആർക്കും അറിയില്ല. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഒരു യഥാർത്ഥ ഗുരുവിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? നല്ല ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം എന്താണ് ഗുരു എന്ന് പറയാം. ഗുരു എന്നാൽ നമ്മൾ ഇപ്പം 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ്, 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടീച്ചറാണ്. ആക്ച്വലി ഗുരു ആവുന്നില്ല. ആക്ച്വലി ഗുരു എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരം, ഈ 3 ഫേസും കണ്ട് മനസ്സിലാക്കണവനായിരിക്കണം ഗുരു. മനസ്സിലായോ? അപ്പം നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ വന്നിരുന്നാൽ നിങ്ങളുടെ സൂക്ഷ്മം അറിയണം, സ്ഥൂലം അറിയണം, കാരണം അറിയണം. കാരണം ഇവൻ ഇത് ഫിറ്റാണെന്ന് പറയും. ഫസ്റ്റ് സ്ഥൂലത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി വൈബ് ക്യാച്ച് ചെയ്യുമെന്ന് അറിയണം. അപ്പം നിങ്ങൾക്ക് അസുഖങ്ങളുണ്ടെന്ന് വിചാരിക്കുക, ഒരു എന്തെങ്കിലും ഇപ്പോൾ ഒരു സ്ട്രക്ചറലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ ബൈ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ക്യാൻസർ സെൽസ് ഉണ്ടെന്ന് വിചാരിക്കും. നമ്മളിത് അറിയാണ്ട് ഓൺ എ സഡൻ കയറി ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഇവ മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ മൈറ്റോസിസും മിയോസിസും മൾട്ടിപ്ലിക്കേഷൻ, സെൽ മൾട്ടിപ്ലിക്കേഷൻ കൂടൂലേ? അപ്പം നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഹൈ എൻഡ് എനർജിയാണ് കയറി വരുന്നത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ക്യാൻസർ വരുമെന്നല്ല നമ്മളിത് പറഞ്ഞു എന്ന് വെച്ചാൽ ആരും പേടിക്കരുത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ മൾട്ടിപ്ലിക്കേഷൻ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം കോസ്മിക് എനർജി സെൽ റിജുവനേഷനും നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കാരണശരീരം നോക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അത് അനുഭവിക്കാനുള്ള യോഗമുണ്ട്. ഏത്? ക്യാൻസർ വന്ന് ചാവാനുള്ള യോഗമുണ്ടെന്ന് വിചാരിക്കുക. ആ സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് ദീക്ഷ കൊടുക്കരുത്. കാരണം നിങ്ങളത് ഇവിടെ ഒന്ന് അനുഭവിക്കാനാണ് വന്നേക്കണത്, അത് മാറ്റിത്തരാനല്ല നമ്മുടെ ഇത്. നമ്മൾ ക്രിയയെ പഠിപ്പിക്കുന്നത് അസുഖം മാറാനല്ല. പക്ഷെ ഇൻ ടോട്ടോ ബൈ റെസിപ്രോക്കൽ വേ അസുഖം മാറും. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അസുഖം മാറണമെന്ന് പറഞ്ഞാൽ ദീക്ഷ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ദീക്ഷ കൊടുക്കില്ല. ക്രിയായോഗ ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയിട്ട്, പരമാത്മാവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അവിടേക്ക് മെർജ് ചെയ്യാൻ ജീവസമാധിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പ്രോസസ്സല്ല ഇവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്ഥൂല ശരീരത്തിൽ നമ്മൾ എന്തെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇറിറ്റേഷൻ വരും. അവർ വന്ന് നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഇറിറ്റേഷൻ വരും. ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം തന്നെ ആദ്യമായിട്ടൊരു കുട്ടി വന്നു. അപ്പോൾ പുള്ളിക്ക് ദീക്ഷ കൊടുത്തു. ഖത്തറിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ ദീക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇന്നലെ വിളിച്ചേക്കാണ് തന്നെ. ഇന്നലെ വിളിച്ചപ്പോൾ പുള്ളിക്ക് പ്രോസ്റ്റേറ്റ് പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഞാൻ തന്നെ ട്രീറ്റ് ചെയ്താൽ സന്തോഷമായെന്ന് പറയാം. ഞാൻ പറഞ്ഞു നടക്കില്ല ചേട്ടാ എന്ന് പറഞ്ഞു. നമ്മുടെ ക്ലിനിക്കിൽ പണ്ട് എല്ലാവരും ചികിത്സിക്കുമായിരുന്നു. ഇപ്പം കാരണശരീരവും സൂക്ഷ്മ ശരീരവും നോക്കിയിട്ടേ ചികിത്സിക്കൂ. അവൻ അനുഭവിക്കേണ്ടതാണെങ്കിൽ ഒരു കാരണവശാലും നമ്മളത് ഏറ്റെടുക്കാൻ പാടില്ല. കാരണം അവൻ്റെ ഷെയറിങ് വരും. കർമ്മ ഷെയറിങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം നമ്മൾ അനാവശ്യമായിട്ട് തൊട്ടേനും പിടിച്ചതിനൊക്കെ ചികിത്സിക്കാനായിട്ട് നമുക്കാരാ ഇത് തന്നിക്കണത്, ലൈസൻസ് തന്നിക്കണത്? ഭൂമിയിൽ ജന്മം കൊടുക്കണത് നമ്മുടെ കർമ്മഫലം തീരാൻ വേണ്ടിയിട്ടാണ് മോളിൽ നിന്ന് വന്നത്. ഈവൻ ദൈവങ്ങൾ വരെ ഇവിടെ വന്ന് ഭൂമിയിൽ വന്ന് ആരെങ്കിലും സുഖിച്ചുകൊണ്ട് പോയിട്ടുണ്ടോ? ഇല്ല. എല്ലാം അനുഭവിച്ചാൽ വേണം. കാരണം എന്താ? കർമ്മം തീരാൻ വേണ്ടി ഇവിടെ വന്നത്, ഭൂമിയിൽ വന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മം തീർക്കണം, അത് ശുദ്ധീകരിച്ച് ഇവിടെ നിന്ന് പോകണം. പക്ഷെ നിർഭാഗ്യവശാലും നമ്മളെ മനുഷ്യജന്മങ്ങൾ ഇതൊന്നും അറിയണില്ല. ഇത് അടയണോടി ബ്രഹ്മേന്ദ്രിയം എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, റോട്ടയുണ്ട്. അത് പിള്ളേർക്ക് ഇവിടെ കുഴി കാണാൻ പറ്റും. അത് അഴിനോടി നമ്മുടെ എല്ലാം തീർന്നു. പിന്നെ എന്തിനാ ഇവിടെ വന്നെന്ന് ആർക്ക് എന്തറിയണു? അപ്പോഴേക്കും ഫീഡിങ് ആയി, എല്ലായി, ഭക്ഷണമായി, എല്ലാം കഴിഞ്ഞ് പിന്നെ വേറെ ലോകത്തിലേക്ക് പഞ്ചേന്ദ്രിയങ്ങളിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. ഭൗതികമായ നേട്ടത്തിൽ ഇതും രണ്ടും ഉള്ളു ചിന്ത, വേറെന്താ ചിന്തയുള്ളു? പിന്നീട് എപ്പോഴാണ് നമ്മളിത് കണക്ട് ചെയ്യുന്നത്? അത് നമ്മുടെ മുൻജന്മ കർമ്മങ്ങളിൽ ഇത് വരണം. അപ്പോൾ ആ കണക്ഷൻ വന്നാൽ മാത്രമേ നിങ്ങളുടെ ടൈമും ആയാൽ മാത്രം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മൾ ഏത് യോഗീശ്വരന്മാരെ വേണമെങ്കിലും നോക്കിക്കോ, ജന്മം കൊണ്ട് ആരും ആ ഫേസിലേക്ക് വന്നിട്ടില്ല.
ഒരു ഫേസ് എത്തുമ്പോഴാണ് അവർക്ക് ആ ചാനൽ ക്ലിയർ ചെയ്ത് വരുള്ളൂ. ഒന്നെങ്കിൽ ഗുരുക്കന്മാർ വന്ന് അവരെ ടച്ച് ചെയ്യും. ഇത് എല്ലാവരും ലൈഫിലും സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ സമയമാകുമ്പോൾ നിങ്ങളുടെ ഗുരുക്കന്മാർ വന്ന് നിങ്ങളെ ഉണർത്താൻ നോക്കും, പക്ഷെ നിങ്ങളറിയില്ല സൂക്ഷ്മത്തിൽ വന്നിട്ട്. ഇപ്പം എനിക്കൊരു ഗുരുവിനെ വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ അതിന് കഷ്ടപ്പെടണം. നിങ്ങൾ പണിയെടുക്കണ്ടേ? എങ്ങനെയാണ് കഷ്ടപ്പെടേണ്ടത്? കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭക്തിയിലോ ധ്യാനത്തിലോ എന്തെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അവർ സൂക്ഷ്മത്തിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു നല്ലൊരു സാധനത്തിനെ കണ്ടാലേ അവർ ഇറങ്ങി വരുള്ളൂ, അല്ലെങ്കിൽ അവർ അതിൽ കൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ കേട്ടിട്ടുള്ളത് ഇപ്പം നമുക്കൊരു ഗുരുവിനെ വേണമെങ്കിൽ പ്രപഞ്ചം തന്നെ അതിന് സെറ്റ് ചെയ്ത് തരും. സെറ്റ് ചെയ്ത് തരും. പക്ഷെ ആ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളും കൂടി സറൗണ്ടിങ്സ് ക്ലിയർ ചെയ്ത് കൊടുക്കണ്ടേ? പ്രപഞ്ചം മൊത്തം സെറ്റ് ചെയ്യില്ല, നമ്മളും കൂടി ആ ഒരു ഫേസിലേക്ക് എത്തണം. നമ്മളുടെ മനസ്സിലും കൂടി ഇത് വരണ്ടേ? അല്ല, ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ ആഗ്രഹമുണ്ട് എന്ന് കരുതുക. അപ്പൊ എങ്ങനെയാണ് എൻ്റെ ഒരു ഗുരുവിനെ ഞാൻ സെലക്ട് ചെയ്യുന്നത്? എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഗുരു മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നമ്മൾ എന്തെങ്കിലും പണിയെടുക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ അത്രയും പവർഫുൾ ആയിട്ട് വരണം. മനസ്സിലായോ? ഇപ്പൊ ഈ ക്രിയായോഗി ഇപ്പോൾ ബൈ ചാൻസ് മരിച്ചു എന്നിരിക്കുക, സമാധി ആയില്ല, മരിച്ചുപോയി. കാരണം ഇപ്പം ചെറുപ്പത്തിലേ ഈ സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് എത്തിത്തീരാൻ പറ്റും. വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദീക്ഷ കൊടുക്കുന്ന സമയത്ത് ഇവരുടെ ചാനൽസ് എല്ലാം ബ്ലോക്ക് ആയിരിക്കും, എനർജി ചാനൽസ്, ചക്രാസ് കുറേ ബ്ലോക്ക് ഉണ്ടാവും. ഇതെല്ലാം പ്യൂരിഫൈ ചെയ്ത് വരുമ്പോഴേക്കും ഇവർ മുമ്പിൽ മഞ്ഞിക്കേണ്ട സമയമാണ്. അപ്പോൾ അവർക്ക് ആ ഫേസിലേക്ക് എത്താൻ പറ്റിയില്ലെന്ന് വരും. പക്ഷെ മുൻ ജന്മത്തിൽ നിങ്ങൾ ആ ഫേസിലാണ് നിങ്ങൾ മരണപ്പെട്ടിട്ട് തിരിച്ചു വന്നതെന്ന് ഇരിക്കുക, ആ ഗുരു നിങ്ങൾ തേടി തന്നെ വന്നിരിക്കും. ആ സമയമാണ് തേടി വന്ന് നിങ്ങൾക്ക് ആ ഫേസിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് ഈ ബാങ്ക് ബാലൻസ്, അതാണ് ഈ കാരണശരീരത്തിൽ ഇരിക്കുന്നത്. ഈ ബാങ്ക് ബാലൻസ് മാത്രം നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടാൻ പറ്റുള്ളൂ. വേറെ ഒരു സാധനം നിങ്ങൾക്ക് ഇവിടുന്ന് കൊണ്ടാൻ പറ്റില്ല. എന്തെങ്കിലും കൊണ്ടാൻ പറ്റും. ബാങ്കിൽ 10 ലക്ഷം 1 കോടി കിടന്നുകൊണ്ട് എല്ലാം കൊണ്ടുണ്ട്, ഒരു കാര്യമില്ല. പക്ഷേ ഈ ബാങ്ക് ബാലൻസ് നിങ്ങൾ ആർജിച്ചെടുത്ത, സ്പിരിച്വൽ ആർജിച്ചെടുത്ത സാധനം, അത് നിങ്ങളുടെ കാരണശരീരത്തിൽ കിടപ്പുണ്ടാവും. അത് അടുത്ത ഫേസിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അത് അപ്ലോഡ് ആവും. ഇപ്പോൾ ഓരോ പേരെ നോക്കിക്കോളൂ. ഇപ്പോൾ ശങ്കരാചാര്യർ നേരത്തെ സന്യാസത്തിലേക്ക് പോയി, പുള്ളിക്ക് ഇപ്പോൾ നേരത്തെ കിട്ടി. അമൃതാനന്ദമായി നോക്കിക്കോളൂ, 7ാമത്തെ വയസ്സിലാണ് കിട്ടിയത് അല്ലേ? നേരെ നോക്കൂ. പിന്നെ ആരാ? നമ്മുടെ രാമകൃഷ്ണ പരമഹംസർ കാളിയായിട്ടുള്ള ഇതായിരുന്നു, ഡയറക്റ്റ് ലൈവ് ആയിരുന്നു ദേവീനെ. പക്ഷേ യോഗിക് ഫേസിൽ വന്നപ്പോഴാ? തോതാപുരി വന്നതിന് ശേഷം അല്ലേ? അപ്പോഴാണ് ധ്യാനത്തിലേക്ക് പോയി, സമാധിയിലേക്ക് പോയി. അപ്പോൾ അത്രയും ടൈം എടുത്തു. ബ്രഹ്മകുമാരീസിൻ്റെ നോക്കൂ, ബാബാജി 75ാമത്തെ വയസ്സിലായിട്ടാണ് അദ്ദേഹത്തിന് ഈ ഒരു ജ്ഞാനം കിട്ടുന്നത്. ഇദ്ദേഹത്തിനെ നോക്കിക്കോളൂ, ശ്രീനാരായണ ഗുരുവിനെ നോക്കിക്കോളൂ. ശ്രീനാരായണ ഗുരു ഭക്തിയിലായിരുന്നു, അതുകൊണ്ടാണ് കൃഷ്ണനെ കണ്ടിട്ട് എഴുതണത്, ശിവനെ കണ്ട് എഴുതണത്. പക്ഷേ ആത്മബോധത്തിലായത് എപ്പോഴാണ്? ബ്രഹ്മജ്ഞാനം വന്നത് എപ്പോഴാണ്? ഇവിടെ നമ്മുടെ മരുത്വാമലയിൽ കുറേ കാലം ഇരുന്ന് ധ്യാനിച്ചു ചട്ടമ്പി ശ്രീനാരായണ ഗുരു. അതിനുശേഷമാണ് പുള്ളിക്ക് ആത്മബോധത്തിലേക്ക് വന്നത്. അതിനുശേഷമാണ് പുള്ളി അദ്വൈത സിദ്ധാന്തം കൊണ്ടുവന്നത്. പിന്നെ എഴുതിയത് മുഴുവൻ അദ്വൈതമാണ്. ആത്മോപദേശം 100 സ്റ്റാൻസാസ് ഇല്ലേ? പ്യുവർ ആത്മാവിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ, പരമാത്മാവിനെ കുറിച്ച്. പക്ഷേ ഇപ്പോൾ ഉള്ള ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അദ്വൈത ആശ്രമം നമ്മളിവിടെ വന്നത് അല്ലേ? അപ്പം അത് എല്ലാം ഒരു ടേണിംഗ് പോയിന്റാണ്. ശങ്കരനും തുടക്കത്തിൽ മുഴുവൻ എഴുതിയത് ഭക്തിയുടെ മാർഗത്തിൽ കൂടെയാണ്. പിന്നീടാണ് പുള്ളിക്ക് അദ്വൈത സിദ്ധാന്തം വന്നത് ഇല്ലേ? പിന്നെ അദ്വൈതിയായി. അതും കാശിയിൽ വെച്ച് ബാബാജി ദീക്ഷ കൊടുത്തിട്ടുണ്ട്. ശങ്കരൻ കാശിയിൽ ദീക്ഷ കൊടുത്തിട്ടുണ്ട്, ശങ്കരന് കൊടുത്തിട്ടുണ്ട്, ലൈവ് കൊടുത്തിട്ടുണ്ട്. അത് ലാഹിരിയുടെ പരമ്പരയിലുള്ള അവരുടെ ബുക്കിലുണ്ട്, ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ദീക്ഷ കൊടുക്കും. അത് ഗുരു. അപ്പോൾ നമ്മൾ ഗുരുവിനെ കുറിച്ചുള്ള സംസാരിച്ചു. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂക്ഷ്മ സ്ഥൂല കാരണ ശരീരങ്ങൾ 3 തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ദീക്ഷ കൊടുക്കാനായിട്ട്. അങ്ങനെ കൊടുത്താൽ മാത്രമേ ഈ വൈബ് മനസ്സിലാവുള്ളൂ. മനസ്സിലായി? അതിപ്പോൾ നമ്മൾ വന്നിട്ട് മന്ത്രദീക്ഷ ആയാലും വേണ്ടില്ല, അല്ലെങ്കിൽ ധ്യാനം ആയാലും വേണ്ടില്ല, എന്തായാലും പ്രാണായാമയാണെങ്കിലും യോഗയാണെങ്കിലും വേണ്ടി, എന്തായാലും ഇത് 3 മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏത് ഫേസിൽ നിങ്ങൾക്ക് വേണം നമുക്ക് തിരിച്ചറിയും. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് നിങ്ങൾ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു മന്ത്രം നിങ്ങൾ ഉച്ചാരണം കൊടുത്തു വെച്ചാൽ നിങ്ങൾ ഇരുന്ന് വെച്ചാൽ ഓം നമ ശിവായ, ഓം നമ ശിവായ ചുമ്മാ ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. യഥാർത്ഥ ഗുരുവിന് ആ ഓം നമ ശിവായുടെ മന്ത്രം കിട്ടി, ബീജമന്ത്രം കൂടി കിട്ടിക്കഴിഞ്ഞാൽ
അവൻ കണക്ഷൻ ഇട്ട് തരാണ്. അപ്പോൾ ശരിക്കും നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ശരിക്കും പ്രാണപ്രതിഷ്ഠ ചെയ്യണ മാതിരിയാണ്. പ്രാണപ്രതിഷ്ഠ ഒരു അമ്പലത്തിൽ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ, നമ്മുടെ പ്രാണനെയാണ് അങ്ങടേക്ക് കൊടുക്കുന്നത് തന്ത്രി, അല്ലേ? 10% കൂടുതൽ കൊടുക്കൂല, അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾ അവിടെ വീഴും. അപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പഠിക്കണം. അപ്പം നമ്മൾ പ്രാണപ്രതിഷ്ഠ നടത്തി, അല്ല പ്രാണപ്രതിഷ്ഠയല്ല, കോസ്മിക് നടത്തിയിട്ടുണ്ട് തൃശ്ശൂർ. അപ്പോൾ ഈവൻ ശങ്കരാചാര്യരുടെ അവിടെയും കൊടുത്ത ശങ്കരാചാര്യരുടെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കോസ്മിക്ക നമ്മൾ കൊടുക്കണം കോസ്മിക്ക. അപ്പോൾ അവിടെ ലൈഫ് ടൈം അവിടെ എനർജി ആയിരിക്കും. പിന്നെ അതിന് നമുക്ക് പൂജയും ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവിടെ ഇങ്ങനെ ചാർജ് ആയിക്കൊണ്ടേയിരുന്നു ഓട്ടോമാറ്റിക്. അതാണ് യോഗിക് ലെവലിലുള്ള ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ 3 ശരീരവും തിരിച്ചറിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഏത് ഫേസിലാണെന്ന് മനസ്സിലായി എനിക്ക്. അപ്പോൾ നിങ്ങൾ ആ സ്റ്റേജിൽ നിന്ന് ഞങ്ങൾ പൊക്കിക്കൊണ്ടിരുന്നു. അതും ഓരോ സ്റ്റേജും നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി DC-ന്ന് AC-യിലേക്ക്, AC-ന്ന് നമ്മൾ ഇങ്ങനെ വോൾട്ടേജ് കൂട്ടി നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളുടെ ഓരോ സെല്ലിനും ഇത് അതിനെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി വേണം, അല്ലെങ്കിൽ കത്തിപ്പോവും. സെൽ റിപ്ലിക്കേഷൻ മാത്രമല്ല, സെൽ ഡെത്തും സംഭവിക്കും. ഹൈ എൻഡ് എനർജി കയറി നമ്മൾ ഒറ്റയടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ബോഡീനെ ഇങ്ങനെ അതിനെ ട്യൂണിങ് കൊടുത്ത് കൊണ്ടലിനി റൈസ് ചെയ്യിപ്പിക്കും. പക്ഷെ നല്ലൊരു ക്രിയായോഗ്യ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ശരീരം മൊത്തത്തിൽ ഉപേക്ഷിക്കണം എന്ന് പറയുന്നതൊക്കെ ശരിയാണോ? അത് ശരീരത്തിൻ്റെ വെയിറ്റ് കുറച്ച്, ആഹാരം കുറച്ച്? ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. ബോഡി വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ അതൊന്നും ഒരാവശ്യമൊന്നുമില്ല, അതിനൊന്നും ആവശ്യമില്ല. ഇത് നമ്മൾ ഫിസിക്കൽ ബോഡിയിലല്ല ഇത് കൊടുക്കുന്നത്. അതിന് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന ദീക്ഷയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണായാമം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഗുരുവിൻ്റെ ഇത് പറഞ്ഞല്ലോ, 3 ഫേസ് അറിഞ്ഞിരിക്കണമെന്ന്. അപ്പം ഇനി ഇതിൽ തന്നെ നമ്മൾ ഗുരു, സദ്ഗുരു. ഇപ്പോൾ എല്ലാവർക്കും സദ്ഗുരു പട്ടമുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് പട്ടം. സപ്തർഷികൾ വന്നിട്ട് സദ്ഗുരു പട്ടം തന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അപ്പം അതെന്തുകൊണ്ട് കിട്ടണേ? ആരാണ് ഈ സദ്ഗുരു? ഗുരുക്കന്മാരിലും ഗുരുവായിട്ടുള്ള അതൊന്നുമല്ല. സദ്ഗുരു എന്ന് പറഞ്ഞാൽ സ്വയം ബ്രഹ്മജ്ഞാനിയായിരിക്കണം. അത് ബുക്കിഷ്ജ്ഞാനി ആയതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഉപനിഷത്ത് വായിച്ചാലും ഗീത വായിച്ചാലും ഇതൊക്കെ ബ്രഹ്മം എന്താണെന്ന് മനസ്സിലാവും, അതിൽ കാര്യമില്ല. തിരിച്ചറിയണം ബ്രഹ്മം എന്താണെന്ന് നമ്മൾ റിയലൈസേഷൻ വരണം. അവിടെ പോയി നമ്മൾ റിയലൈസ് ചെയ്യണം വാട്ട് ഈസ് ബ്രഹ്മ, പരമാത്മ, പരബ്രഹ്മ. അത് റിയലൈസ് ചെയ്തതിന് ശേഷം തിരിച്ചു വന്ന് നമ്മൾ വരുന്ന ശിഷ്യന്മാർക്ക് എന്താണ് ബ്രഹ്മജ്ഞാനെന്ന് അവരെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണം. അപ്പോൾ സ്വയം തിരിച്ചറിയുകയും വരുന്ന ശിഷ്യന്മാരെ തിരിച്ചറിയിപ്പിക്കുകയും ചെയ്യുന്നവൻ ആരോ അവൻ സദ്ഗുരു. അതാണ് ഗുരുവും സദ്ഗുരുവും തമ്മിലുള്ള വ്യത്യാസം. അവരെ സദ്ഗുരു എന്ന് വിളിക്കാവൂ, മനസ്സിലായോ? അപ്പോൾ ഗുരുവായി ഇപ്പം ഗുരുവിൻ്റെ ഏകദേശം എക്സ്പ്ലനേഷൻ പക്ഷേ. അപ്പം ഇനിയിപ്പോൾ ഈ സൂക്ഷ്മത്തിൽ ഗുരുക്കന്മാർ സാധാരണ ഇപ്പം നേരത്തെ 3 ശരീരങ്ങളുടെ കാര്യം പറഞ്ഞു. ഗുരുക്കന്മാരും എപ്പോഴും സൂക്ഷ്മത്തിൽ വരുന്നുണ്ട് നമ്മുടെ അടുത്ത്, പക്ഷെ നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല. കലിയുഗത്തിൽ ഇത്, സത്യയുഗത്തിൽ ഇതെല്ലാം റിയലൈസ്ഡ് ബീങ്സാണ്. അപ്പം ഇതെല്ലാം നമ്മൾ കാരണശരീരം വരെ കാണാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ അങ്ങയുടെ കാരണശരീരം കാണാണ്, സിമ്പിൾ. ഇനി ത്രേതയിലേക്ക് വരിക. ത്രേത അവസാനമാകുമ്പോഴേക്കും നമ്മുടെ ഈഗോയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങി. ഭൗതികതയിൽ ചെറിയ ഇത് വന്നു തുടങ്ങി, സ്വയം ഇതാവാന്നൊക്കെ തുടങ്ങി. അങ്ങനെ വന്നപ്പോൾ ഈ കാരണശരീരം കാണൽ നിന്നു. ഇത് കഴിഞ്ഞ് ദ്വാപര അവസാനം എത്തിയപ്പോഴേക്കും സ്ഥൂലവും തീർന്നു. ഇപ്പം കലിയിൽ ഈ ഫിസിക്കൽ ഈ കണ്ണുകൊണ്ട് എന്ത് കാണണോ അതുള്ളൂ. തേർഡ് ഐ ഒരു ഓപ്പൺ ആവണമെന്നില്ല. മിക്കവർക്കും തേർഡ് ഐ ഓപ്പണിങ് ഇല്ല. ഈ ചിലരൊക്കെ പൈസ കൊടുത്തിട്ട് ഒരാഴ്ച കൊണ്ടും 2 ആഴ്ച കൊണ്ടും ഒക്കെ തേർഡ് ഐ ഓപ്പൺ ആക്കി കൊടുക്കാം എന്ന് കരുതിയിട്ട് കുട്ടികൾക്ക് പറ്റും. 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ തേർഡ് ഐ ഓപ്പൺ ആവും. നമ്മൾ പലരും കുട്ടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ മുതിർന്നവർ തന്നെ ഇങ്ങനെ തേർഡ് ഐ പഠിക്കാൻ പോയിട്ട് അല്ലെങ്കിൽ ഓപ്പൺ ആക്കാൻ പോയിട്ട് അത് അത്ര യോഗീശ്വരന്മാർക്ക് ജസ്റ്റ് ഒരു ഒറ്റ നോട്ടം മതി, ഓപ്പൺ ആവും. പക്ഷെ അതിനകത്ത് കറങ്ങി എനർജി ഭയങ്കര ഇത് വരും, ലോസ് വരും. നിങ്ങൾ അതിന് അർഹതയായിട്ടേക്ക് മാത്രമേ കൊടുക്കാവൂ, അത് കൊടുക്കരുത്. നമ്മളാർക്കും കൊടുക്കാറില്ല. ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്ത് വരണം. കുട്ടികൾക്ക് പെട്ടെന്നാവും, തേർഡ് ഐ പെട്ടെന്ന് ഓപ്പൺ ആവും. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ എനിക്ക് നമ്മൾ പറയുന്ന ദീക്ഷ 6 വയസ്സിൽ കൊടുക്കണം. ബ്രഹ്മചര്യത്തിൽ നിൽക്കുമ്പോൾ ദീക്ഷ കൊടുക്കണം എന്നാണ് ഏറ്റവും. പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസം ഏറ്റവും ബെസ്റ്റായിരുന്നു. കാരണം ഇത് പഠിപ്പിക്കുന്നത് അവനെ എല്ലാത്തിലും ഇതിനെ
സെറ്റാക്കി വിടാണ് നമ്മൾ. അപ്പോൾ അവൻ പ്യുവറിറ്റി എത്തുമ്പോഴേക്കും ഇതെല്ലാം അറിഞ്ഞു. ബ്രഹ്മം എന്താണെന്ന് അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവളെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ എക്സ്റ്റസി, ഈ ഇതിൻ്റെ തന്നെ പല ഇതുണ്ട്, ഏത് അനുഭവതല, അല്ല ഈ ആനന്ദത്തിൻ്റെ, നേരത്തെ ചോദിച്ചില്ലേ ആനന്ദത്തിന് മലയാളത്തിൽ ഈ ആനന്ദം എന്നുള്ളൂ, പരമാനന്ദം ആനന്ദം. പക്ഷേ സ്മൈല് ഇംഗ്ലീഷിൽ ജോയ്, മിർത്ത്, എക്സിലറേഷൻ, എക്സ്റ്റസി, ബ്ലിസ്, ഇത്രയും ഫേസ് ഉണ്ട് കണ്ടോ. 6 സ്റ്റേജസ് കയറി പോകണം. അപ്പോൾ ഈ എക്സ്ട്രീം കിട്ടുന്നതാണ് ഈ പരമാനന്ദം. വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജമ്മത്താ കുട്ടി വേറെ ഒന്നിനും അടിമയ്ക്ക് പോകില്ല. എത്ര ലഹരി അടിച്ചാലും ഈ സാധനം കിട്ടില്ല. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഓൾറെഡി അവൻ സെൻസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അവൻ പോവില്ല, ഒരിക്കലും പോവില്ല. അവൻ ഇതിന് വേണ്ടി മാത്രം നിൽക്കുള്ളൂ. അതാണ് ചെറുപ്പത്തിലേ കൊടുക്കണമെന്ന് പറയുന്നത്. ഈ വയസ്സാവുമ്പോൾ കിട്ടിയിട്ട് എന്ത് കാര്യമാണ് അവർക്ക്? എല്ലാവരും വിചാരിക്കണം വാനപ്രസ്ഥമാവട്ടെ, നമ്മളെല്ലാം കഴിഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് അവസാനം ദീക്ഷ എടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് നടക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാം വയസ്സായി, എല്ലാ ചക്രയും എല്ലാം ബ്ലോക്കായിരിക്കും. നാഡീ വ്യൂഹങ്ങൾ മൊത്തം 72,000 നാഡീസ് ഉണ്ട്. ഇതെല്ലാം ബ്ലോക്കായിരിക്കും. എല്ലാം നഷ്ടപ്പെട്ടവർക്കാണോ ഈ ക്രിയായോഗ? ഒരിക്കലും ഇല്ല. ഗൃഹസ്ഥാശ്രമികൾക്കാണ് ഇപ്പൊ ക്രിയായോഗ കലിയുഗത്തില് വിഷമം വന്ന് അത്രത്തോളം സങ്കടപ്പെട്ട് അപ്പോഴാണ് ഇവൻ റിയാലിറ്റിയിലേക്ക് വരുള്ളൂ. അപ്പോഴാണ് ചിന്തിക്കുള്ളൂ, ഓ ഇത് ഞാനിതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്ത തന്നെ. അവൻ അത്രയും എത്തിച്ചു, വേദന കൊണ്ടും കഷ്ടപ്പാടും. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നിട്ടും അവൻ റിയലൈസ് ചെയ്യുന്നില്ലെന്ന്. ഇപ്പൊ നോർമൽ ലൈഫിൽ ആരെങ്കിലും റിയലൈസ് ചെയ്യുന്നുണ്ടോ എനിക്ക് ബ്രഹ്മത്തിലെത്തണമെന്ന്? ആരെങ്കിലും ചിന്തിക്കുമോ? ഒരിക്കലും ഇല്ല. ദൈവത്തിന് വരെ വിശ്വസിക്കുന്നുണ്ടോ? അമ്പലത്തിൽ പോകുന്ന സമയമില്ല. നമ്മൾ ഹിന്ദുസ് അമ്പലത്തിൽ എത്ര പ്രാവശ്യം പോകും? നമുക്ക് കമ്പൽഷനൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പോവേയില്ല. വല്ല സൺഡേ, വല്ല സാറ്റർഡേ സൺഡേ വല്ല സമയം കിട്ടിയാൽ പോകും, അല്ലെങ്കിൽ പോവില്ല. ഇതൊക്കെ നേരത്തെ ഇവരെ ട്രെയിൻ ചെയ്യിച്ചോളണം. 12 ഇയേഴ്സിന് മുമ്പ്, 14 ഇയേഴ്സിന് മുമ്പ് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചില്ലെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. പ്യൂബർട്ടി എത്തിക്കഴിഞ്ഞാൽ അപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ അംഗീകരിക്കില്ല. ഇവർ ഇതെന്ത് അങ്ങനെയൊന്നുമല്ലല്ലോ നമ്മൾ. കാരണം സ്കൂൾ ലെവലിൽ പഠിപ്പിക്കുന്ന ആ രീതിയിലാണ്. ഇത് അവിടെയും തൊടില്ല ഇവിടെയും തൊടില്ല, അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ഫേസിലാണ് ശരിക്കും ഒരു ഇന്നത്തെ പ്രസൻറ്റ് സ്കൂളിങ്ങിൽ പോകുന്നു. ഒന്നിലും അവർക്ക് ഒരു ഇതില്ല, ഒരു ഫിക്സിറ്റി ഇല്ല, കൺഫ്യൂസ്ഡാണ് കുട്ടികൾ. അപ്പോൾ അതുകൊണ്ടാണ് മതം മാറിപ്പോകുന്നത്. കാരണം കൂടെയുള്ള ഒരാൾ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അതാണല്ലേ നല്ലത്. അവർ 2-3 വേർഡ്സും കൂടി കേൾക്കുമ്പോൾ യെസ് എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്ന് വിചാരിക്കും. നമ്മുടെ ഹിന്ദുസിൻ്റെ ഇതിനകത്ത് എന്ത് സംഭവിക്കുന്നു? ആരും പഠിപ്പിക്കാനും ഇല്ല, ഒന്നുമില്ല. വേണമെങ്കിൽ നിനക്ക് പഠിക്കുക, വേണമെങ്കിൽ നിനക്ക് അമ്പലത്തിൽ പോവുക, ഇത്രയല്ലേ ഉള്ളൂ. അതെ. പക്ഷെ സ്ഥിരം അമ്പലത്തിൽ പോകുന്ന അവനൊരു ഗുണമുണ്ട്, അവൻ്റെ നെഗറ്റീവ്സ് എല്ലാം അടിച്ചു.